ഒരു ബ്യൂട്ടി പാർലറിലും ഇനിയും പോകണ്ട. ഒരു ബർഗണ്ടി കളർ നമുക്ക് നമ്മളുടെ മുടിയിലും ആക്കിയെടുക്കാനായിട്ട് പറ്റും. വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് മാത്രം ഉപയോഗിച്ചിട്ട് നല്ലൊരു ഹെയർ പാക്കും തയ്യാറാക്കിയാൽ മാത്രം മതി. ഒരുപാട് ഇൻഗ്രീഡിയൻ്റ് ഒന്നുമില്ല, കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മളുടെ തലയിൽ നല്ലൊരു ബർഗണ്ടി കളർ ആക്കിയെടുക്കാനായിട്ട് പറ്റും. ഇതോടൊപ്പം തന്നെ മുടി നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നതിനും മുടി നല്ല കിളിക്കുന്നതിനും നമുക്കിത് സഹായകരമാകും. കണ്ടില്ല, ഒറ്റ യൂസിൽ തന്നെ എനിക്ക് ഇങ്ങനത്തെ ഒരു റിസൾട്ടാണ് കിട്ടിയത്. നമുക്കിനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അത് അലോവേര വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അലോവേരയും കുറച്ച് സാധനങ്ങളും ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ പാക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ അലോവേര ഞാൻ 2 തണ്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ മുടിക്ക് ആവശ്യമായിട്ടുള്ളത് എടുത്തുകൊള്ളണം. ഇനി നമുക്കിത് വെള്ളത്തിലിട്ട് ഇതിൻ്റെ ആ മഞ്ഞക്കറയൊക്കെ ഒന്ന് കഴുകി കളഞ്ഞെടുക്കണം. കുറച്ച് നേരം വെള്ളത്തിലിടണം. അപ്പോൾ ആ മഞ്ഞക്കറയൊക്കെ ഒന്ന് പോയി കിട്ടും. ഇതിൻ്റെ ഈ മുള്ളെല്ലാം ചെത്തിയിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ടാൽ മാത്രം മതി. അതിൻ്റെ എല്ലാം കറകളെല്ലാം പൊക്കോളും. അത് ചിലർക്ക് ചൊറിച്ചിലുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം വെള്ളത്തിലിട്ടതിന് ശേഷം മാത്രം എടുക്കുക. ഇതിൻ്റെ മുള്ളെല്ലാം കളഞ്ഞ് നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം. അതെല്ലാം ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ബീട്രൂട്ടും ഒരു ഉരുളൻകിഴങ്ങുമാണ് എടുത്തിരിക്കുന്നത്. ഈ ഉരുളൻകിഴങ്ങ് നിസ്സാരക്കാരനല്ല കേട്ടോ. നമ്മളുടെ മുടി നല്ല സോഫ്റ്റ് ആകുന്നതിന് ഇത് സഹായകരമാകും. അതുപോലെ തന്നെ കിളിക്കുന്നതിനും വളരെ നല്ലതാണ്. അപ്പോൾ ബീട്രൂട്ടും ഉരുളൻകിഴങ്ങും ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യം എത്രയാണോ അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ ഒരെണ്ണം തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരെണ്ണം തന്നെ എടുക്കുക. ഇതിപ്പോൾ അത്യാവശ്യം വലിയതായത് കൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ പാതി മാത്രമേ എടുക്കുന്നുള്ളൂ. തോലൊന്നും കട്ട് ചെയ്യേണ്ട കാര്യമില്ല. നമുക്കിത് ചെറിയ പീസസാക്കി കട്ട് ചെയ്തെടുക്കാം. ഈ ഉരുളൻകിഴങ്ങെന്ന് പറയുന്നത് വളരെ നല്ല, മുടിക്ക് നല്ല സോഫ്റ്റ് ആകുന്നതിനും കിളിക്കുന്നതിനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ. മുടിക്ക് മാത്രമല്ല നമ്മളുടെ മുഖത്തിനും ഈ ഉരുളൻകിഴങ്ങ് വളരെ നല്ലതാണ്. അപ്പോൾ ഞാൻ കട്ട് ചെയ്തെല്ലാം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ ഈ അലോവേരയും കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ അകത്തെ പൾപ്പ് മാത്രം എടുക്കുക അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇത് ചെറിയ ചെറിയ പീസസാക്കി അതിൻ്റെ മുള്ള് കളഞ്ഞതിന് ശേഷം, നമ്മൾ വെള്ളത്തിലിട്ടപ്പോൾ മുള്ള് കളഞ്ഞിട്ടാണ് വെള്ളത്തിലിട്ടത്. അപ്പോൾ അതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ പീസസാക്കി കട്ട് ചെയ്തെടുക്കാം. അലോവേരയുടെ കാര്യം പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മളുടെ മുടിയുടെ എല്ലാ പ്രശ്നത്തിനും ഒരൊറ്റ സൊല്യൂഷനാണ് ഈ അലോവേര എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതെല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം. ആദ്യം അലോവേര ഇടരുത് കേട്ടോ. ആദ്യം പൊട്ടറ്റോയും ബീട്രൂട്ടും മാത്രം ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുക. അലോവേര ഇട്ട് കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് നമുക്ക് അരഞ്ഞു കിട്ടില്ല. അപ്പോൾ ആദ്യമേ ഇത് രണ്ടും കൂടി ഇട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം, ഒന്ന് അരച്ചെടുക്കാം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ. നല്ല നല്ല വീഡിയോകൾക്കായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമ്മളുടെ ബീട്രൂട്ടും പൊട്ടറ്റോയും നല്ല രീതിയിൽ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ അലോവേര ഇട്ട് കൊടുക്കാം. ഈ ഒരു പാക്ക് നിങ്ങളുടെ മുടിക്കുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഒരു വലിയൊരു സൊല്യൂഷൻ തന്നെയായിരിക്കും ഈ ഒരു പാക്ക് എന്ന് പറയുന്നത്. അപ്പം ഞാൻ അലോവേര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് 1-2 ഇൻഗ്രീഡിയൻറ്റ് കൂടി വേണം. അതായത് ഇത് ഞാൻ കരിഞ്ജീരകമാണ് എടുത്തിരിക്കുന്നത്. അത് കുറച്ച് നേരം വെള്ളത്തിലിട്ട് കുതിർത്തതാണ്. അതും അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം. ഒരു 10-15 മിനിറ്റ് നേരം കുതിർത്താൽ മാത്രം മതിയാകും. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഉലുവയാണ്. ഇത് തലേന്ന് കുതിർത്ത് വെക്കണം കേട്ടോ, എന്നാലേ അരയുള്ളൂ. അതിനുശേഷം അതും കൂടി ഇട്ട് കൊടുക്കുക. ഉലുവയുടെ ഗുണം പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, ഭയങ്കര നല്ലതാണ് മുടിക്ക്. ഇനി നമുക്ക് ഇത് നല്ല ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുക്കണം. അപ്പം അരച്ച് എടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമ്മൾക്ക് അരയ്ക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് അരച്ച് എടുക്കാവുന്നതാണ്. ഇനിയും നിങ്ങൾക്ക് ഇങ്ങനെ തലയിൽ പുരട്ടണമെന്നുണ്ടെങ്കിൽ പുരട്ടാം. പക്ഷേങ്കിൽ അപ്പോൾ അതിൻ്റെ ഒരു പൊടിയൊക്കെ തലയിൽ കാണും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതൊന്ന് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതൊരു അരിപ്പയിലിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ അകൽച്ചയുള്ള തുണിയിലിട്ടിങ്ങനെ പിഴിഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ കറക്റ്റായിട്ട് നമുക്കിതിൻ്റെ ചാറെല്ലാം കിട്ടുന്നതാണ്. ഞാനിപ്പം അരിപ്പയിലിട്ടാണ് ഇങ്ങനെ അരിച്ചെടുക്കുന്നത്. കംപ്ലീറ്റ് നമുക്കിതെല്ലാം അരിച്ചെടുക്കാം. ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് കാണിച്ച് സ്പൂൺ ഇട്ടൊന്ന് ഇളക്കി കഴിഞ്ഞാൽ തന്നെ കംപ്ലീറ്റ് അതിൻ്റെ ആ സത്തെല്ലാം നമുക്ക് കിട്ടുന്നതാണ്. ഞാൻ പറഞ്ഞു ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിലും തലയിൽ അപ്ലൈ ചെയ്യാവുന്ന. ഓക്കെ, നമുക്കിതിൻ്റെ ചാറെല്ലാം ഇങ്ങനെ അരിച്ചെടുക്കാം.
ഇത് അധികം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനായിട്ടും പറ്റും. എന്നും നമ്മൾ ഇത് ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ കഴിഞ്ഞാൽ തന്നെ 3-4 പ്രാവശ്യം നമുക്ക് ഉപയോഗിക്കാനുള്ള ഇത് കിട്ടും. അപ്പോൾ ഫ്രിഡ്ജിൽ നമ്മൾ സ്റ്റോർ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം എന്താ നല്ല രീതിയിൽ അരച്ച് കിട്ടിയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, നല്ലൊരു ക്രീമി പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് കുറച്ച് മാത്രം എടുക്കുക. കുറച്ചല്ല, നമ്മളുടെ മുടിക്ക് എത്രയാണോ ഫുള്ള് പുരട്ടാൻ കിട്ടുന്നത്ര രീതിയിൽ. ബാക്കിയുള്ളത് ഞാനിതാ ഇങ്ങനെ ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. എന്നും നമ്മളിങ്ങനെ അരച്ച് കഷ്ടപ്പെടേണ്ട കാര്യമില്ല. ഇനി നമുക്ക് നമ്മൾ എടുത്തത് തലയിലോട്ട് പുരട്ടി കൊടുക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പുരട്ടി കൊടുക്കുക. ഇതൊരു 2 മണിക്കൂറെങ്കിലും കുറഞ്ഞത് നമ്മളുടെ തലയിൽ തന്നെ വെച്ചിരിക്കണം. ഇത് മുടി കിളിക്കുന്നതിനും മുടി കൊഴിച്ചിൽ മാറുന്നതിനുമൊക്കെ വളരെ നല്ലതാണ്. നല്ലൊരു കളർ കിട്ടും കേട്ടോ. ഞാൻ ഇതുവരെ കളറൊന്നും ചെയ്തിട്ടില്ല ബ്യൂട്ടി പാർലറിൽ പോയിട്ട്. പക്ഷേ എല്ലാവരും ചോദിക്കും എൻ്റെ മുടി കളർ ചെയ്തിട്ടുണ്ടോ എന്ന്. ഞാനിങ്ങനെയൊക്കെയുള്ള റെസിപ്പീസാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ അത് യൂസ്ഫുള്ളായെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്കും അത് ഷെയർ ചെയ്യുന്നത്. ഉപകാരപ്രദമായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇത് നിങ്ങളുടെ തലയിൽ താരനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായിട്ടും മാറുന്നതാണ്. വളരെ യൂസ്ഫുള്ളായിട്ടുള്ള നല്ല ഒരു പാക്കാണ് കേട്ടോ. ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമ്മളുടെ തലയിൽ പുരട്ടിയിട്ട് ഒരു 2 മണിക്കൂർ എത്ര നേരം നിങ്ങൾക്ക് വെക്കാൻ പറ്റുമോ അത്രയും നേരം തന്നെ അത് തലയിൽ വെച്ചിരിക്കുക. ഇത് കെമിക്കലൊന്നും ചേരാത്തത് കൊണ്ട് തന്നെ യാതൊരു ദോഷവും ഉള്ളതല്ല. അപ്പോൾ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കുക. ഇത് മുടി കിളിക്കുന്നതിനും വളരെ നല്ലതാണ്. നമ്മളൊരു 10-15 മിനിറ്റ് ഒന്ന് മെനക്കെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 5-6 പ്രാവശ്യം ഉപയോഗിക്കാനുള്ളത് നമുക്ക് ഒറ്റ ട്രിപ്പിൽ തന്നെ ഉണ്ടാക്കി വെക്കാവുന്നതാണ്. എപ്പോഴും ഇങ്ങനെ അരച്ച് കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. കുറഞ്ഞത് ഒരു 2 മണിക്കൂറെങ്കിലും തലയിൽ വെച്ചതിന് ശേഷം നമുക്ക് ഷാമ്പു ഉപയോഗിക്കാതെ ഇത് കഴുകി കളയാവുന്നതാണ്. നല്ല മുടി നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആവുന്നതാണ്. ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് കിടിലൻ റിസൾട്ടാണ് കിട്ടുന്നത്. ഞാൻ ഒറ്റ പ്രാവശ്യം ഉപയോഗിച്ചപ്പോൾ തന്നെ നല്ല ഒരു കളറ് എൻ്റെ മുടിക്ക് കിട്ടി. നിങ്ങൾക്കും ഉറപ്പായിട്ടും ഇത് നല്ല ഒരു യൂസ്ഫുള്ളായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതാ കണ്ടില്ലേ, ഒറ്റ യൂസിൽ തന്നെ എൻ്റെ മുടി ഒരു ബർഗണ്ടി കളറാക്കി വന്നിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പോൾ അങ്ങനെ ഒരു 2-3 പ്രാവശ്യം നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും നല്ലൊരു കളർ നമുക്ക് കിട്ടുന്നതാണ്. ഒറ്റ യൂസിൽ തന്നെ ഇത്രയും കളർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 2-3 പ്രാവശ്യം യൂസ് ചെയ്താൽ എന്തായിരിക്കും ഇല്ലേ അവസ്ഥ. അപ്പോൾ എന്താ നിങ്ങൾ ഉറപ്പായിട്ടും നല്ല സ്മൂത്ത് ആവും കേട്ടോ. മുടി നല്ല സോഫ്റ്റ് ആവും, നല്ല ഒരു ഷൈനിങ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. വീണ്ടും നല്ല ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.